ഇങ്ങോട്ട് വരാതെ ഇവിടെ ഒരുത്താൻ കറക്കില്ല. ഇങ്ങനെയല്ല കഥ ഉണ്ടാക്കൽ. എന്താ കഥയാണെന്നില്ല. മക്കളാക്കി വെച്ച് മറ്റേതാക്കി വെച്ച് മറിച്ചേതാക്കി വെച്ച് കണ്ടവനെയൊക്കെ ഭർത്താവാക്കി വെക്കണമെങ്കിൽ ജോലി. കണ്ടവനെയൊക്കെ ഭർത്താവാക്കി വെക്കുന്ന കാര്യമില്ല. ഭർത്താവാക്കി വെക്കേണ്ട കാര്യമില്ല. അവിടെ ഭർത്താവാക്കി വെക്കുന്ന കഥ മറ്റേതവരെ അവളങ്ങനെ ഒരുപാട് പേരെ ഭർത്താവാക്കി. അവസാനം സുബ്രഹ്മണ്യനെ കിട്ടി. ഒരുപാട് പേരെ ഭർത്താവാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവള് സുബ്രഹ്മണ്യനെ കണിയാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങോട്ടൊന്നും ആരും പ്രേരിപ്പിക്കാൻ വേണ്ട. എല്ലാവരും കുറെ ഭർത്താക്കന്മാർ വരുന്നുണ്ട് കാണാൻ. ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും 10 വരും. ഇവിടെ വരേണ്ട കാര്യമില്ല. ഇവിടുത്തെ കയറ്റത്തിനില്ല. ഇവിടെ വരേണ്ടതും വരും. അതേ ഉള്ളൂ. എന്റെ ഭർത്താവ് മരിച്ചു പോയി. ഞാൻ പിന്നെ കൂടെ 90 ജൂൺ 5 മരിച്ചതാണ്. ആ ഓർമ്മയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മളാരെയും കൂടെ അത് ജീവിക്കുന്നത്. ഞങ്ങളുടെ പെൻഷനെയും കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്. മറ്റു വല്ലവരുടെയും കാശ് പിടിച്ചു വായിക്കാൻ. അല്ലാതെ ഞങ്ങള് എൻ്റെ അച്ഛൻ 6 വർമ്മക്കളുണ്ട്. എല്ലാവരെയും പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കിയാണ് ഞാൻ കഴിപ്പിച്ചു വിട്ടത്. ആരുടെയും 10 പൈസയും വാങ്ങിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഏത് വീട്ടിലുണ്ട് ഇങ്ങനെ ഏതായാലും പഠിച്ച ഉദ്യോഗസ്ഥരായ ഏത് വീട്ടിലുണ്ട് പഠിപ്പിച്ചത്? ഏതെങ്കിലും വീട്ടിലുണ്ടെന്ന് പറയാമോ? എന്ത് പ്രയാസം. അതൊരു പോലീസുകാരി ചോദിച്ചാൽ അയാളും പഠിച്ചെടുത്ത ഉദ്യോഗസ്ഥരാണ്. ഒരു തന്നെ പോലീസുകാരിയും ഉണ്ട്. ആളാവാൻ പറ്റും. എന്തോ ഇയാളാ ഇതൊക്കെ. എന്തോ ഇയാളാ. രാഷ്ട്രീയം പഠിച്ചു നടക്കുക. രാഷ്ട്രീയക്കാർ ഇങ്ങോട്ടൊന്നും ആരും രാഷ്ട്രീയം പഠിച്ചു വരണ്ട. നമുക്ക് രാഷ്ട്രീയം പഠിക്കാൻ പോകാൻ നേരമില്ല. രാഷ്ട്രീയക്കാർ നടക്കുന്നു. എല്ലാവരും ഇപ്പൊ രാഷ്ട്രീയക്കാരൻ അയ്യോ പൂർണ്ണമാണ് രാഷ്ട്രീയക്കാരന്മാരൊക്കെ ഇപ്പോൾ പതിനാനും കുഞ്ഞാനും ഒക്കെ ഇവിടെ ബുദ്ധി അറിയാത്ത രാഷ്ട്രീയക്കാരാ. ഒരു നേതാക്കന്മാരവരൊക്കെ ഇപ്പം പോലെ വെക്കാൻ പഠിച്ചില്ലേ. നേതാക്കന്മാർ ഇക്കാര്യം അറിയാത്ത നേതാക്കന്മാരൊക്കെ ഉള്ളത്. എനിക്കിപ്പോ ആരോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് 19 ദിവസമായി. എനിക്ക് യുവന്മാരൊക്കെ പറയുന്ന കേട്ടോണ്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വഴക്ക് ഞാൻ വിളിക്കുക. ഏതാടെ അടിക്കാൻ പറ്റില്ലെന്ന് വഴക്ക്. എന്റെയൊക്കെ തൊണ്ട വരത്തിൽ അടിക്കാം. പിന്നെ കടന്നു വരുന്നത് അതിന് കാര്യമൊന്നുമില്ലേ. ഞാൻ പറയും എന്താ മറ്റേ ആവശ്യപ്പറയും പിന്നെ എല്ലാവരും പോയി കളത്തില്ല അടിക്കാൻ. ഇവിടെ നമ്മളെ കാര്യം നോക്കി അടുക്കലും വയ്യാവേറ്റും പോയി. ആരും പോയി അടുക്കലും വയ്യാവേറ്റും മോനെ ഭർത്താവാക്കി മറ്റേതാക്കി തോന്നിയാത്ത പറഞ്ഞുണ്ടാക്കാൻ ഇവന്മാർക്ക് ആരാ നമ്മളെ കുറിച്ച് തനി തോന്നിയാത്ത പറഞ്ഞുണ്ടാക്കുന്നു. വീട്ടിലെ കാര്യം പറയും. നമ്മുടെ കാര്യമല്ല. അവന്റെയൊക്കെ വീട്ടിൽ പല വീട്ടിൽ പല ഭർത്താക്കന്മാരും ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അവന്മാർ പറയുന്നില്ല. നമ്മുടെ വീട്ടിലില്ല. അവന്മാരുടെ വീട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത്. അവരൊക്കെ പറഞ്ഞു അവിടെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു. ഭർത്താക്കന്മാരാണ് ഒരുപാട് പേര് അവരെയൊക്കെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ഓരോരുത്തർ ഭാര്യമാരാക്കിയും വെച്ചിട്ടുണ്ട് ഒരുപാട് പേര്. എല്ലാവർക്കും അറിയാം ഭാര്യമാർ സ്വന്തം അവളെയൊക്കെ ഇറങ്ങുമ്പോഴും വലിയ 10-ാം ക്ലാസ്സിലാണ് പോകുന്നത്. അവരൊക്കെ പറഞ്ഞില്ല. ഞങ്ങളാരും അങ്ങനെ നടക്കില്ല. എന്റെ ഭർത്താവ് അങ്ങനെ നടന്നിട്ടില്ല. ഇവിടെ ഇരിക്കാനൊക്കെ തിരിഞ്ഞു നോക്കട്ടെ. ഇവിടെ ഇരിക്കാനും പോകുന്നു. എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ സ്വപ്നം പോലെ കണ്ടവർക്കൊന്നും കൊടുക്കാനില്ല. ഒരു സെന്റ് സ്ഥലം പോലും കൊടുക്കാനില്ല. ഞാൻ കര
കരം കൊടുക്കുന്ന വീട്ടിലാണ് ജീവിക്കുന്നത്, വേറെ എടുക്കുന്നുണ്ട്. എന്റെ പേര് കിടക്കുന്നത് ഞാൻ കരം കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് എഴുതി വെച്ചിരിക്കുന്നതല്ല, അത് കണ്ടവർക്കുള്ളതുമല്ല. എന്തോ കാലശേഷം എനിക്കുള്ളതാണ്, ദീപാവലി പിടിക്കേണ്ടതാണ്, അതല്ലേ എഴുതി വെച്ചത്. ഇനി ആർക്കും അവകാശവും ഉപവാസവും ഒന്നും പറഞ്ഞു വരാനും ഒക്കത്തില്ല. ഒരവർക്കും ഒരവനും അവകാശം പറഞ്ഞു വരാനും ഒക്കത്തില്ല. എനിക്കുള്ളതാ. അല്ല ഒരാൾക്കും, ചിലർക്കൊക്കെ അങ്ങ് വലിയ വലിയ ഇതാ, ആരാണ്ട് അമ്മ ആരാണ്ടെന്ന് എന്തുവാ ആർക്കാണ്ടെങ്കിൽ കൊടുക്കാൻ തുടങ്ങുന്നൊക്കെയുള്ള ഏതോ ഇതൊക്കെയാണ്. അങ്ങനെ അങ്ങ് കൊടുക്കാൻ തുടങ്ങും. എനിക്ക് വിചാരമില്ല. ചിലർക്ക് അങ്ങനൊക്കെ പറയോ അമ്മ പോകുന്നത് എഴുതി കൊടുക്കാനാ, അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുമോ? അന്നേരം എനിക്കും അതിന് അവളുടെ അത് അവകാശം പറയാൻ അമ്മ തൃശ്ശൂരൊക്കെ പോകുന്ന എഴുതി കൊടുക്കാനൊക്കെ എന്നൊക്കെ പല പല കഥകൾ ഉണ്ടാക്കലാണ്. വസ്തുവൊക്കെ എന്നെ എഴുതിയത് 2018 എഴുതിയത്. ഇനി എഴുതേണ്ട കാര്യമൊന്നുമില്ല. 2018 എല്ലാം വീട്ടിൽ എഴുതിയതാ. ഇനി എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കഥകളൊക്കെ വലിയ വലിയ കഥകളൊക്കെ അമ്മയ്ക്ക് അവളോടൊന്ന് സ്നേഹക്കൂടുതലായതുകൊണ്ട് എഴുതി കൊടുക്കാൻ പോവാന്ന്. എനിക്കൊരു തൊണ്ടേ ഉള്ളൂ, 100 തൊണ്ടമാരില്ല. എനിക്കൊരു ഒറ്റ തൊണ്ടയ്ക്ക് എനിക്ക് ഞങ്ങളല്ല 6 പേര്, 10 തൊണ്ടയ്ക്ക് എനിക്കല്ല. വൈകി ഒന്നുമില്ല. 2018 എഴുതി കഴിഞ്ഞതാ വസ്തുവൊക്കെ എല്ലാവരും അവനവന്റെ കൈ പ്രമാണമുണ്ട്. അത് മാത്രം നീ വിശ്വസിച്ചാൽ മതി. 18 തന്നില്ലയോ, ഇനി വേറെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ ഒരു എനിക്ക് 4 എടുത്തൊന്നുമില്ല. എങ്ങനെങ്കിലും ഒക്കെ കാശ് ഉണ്ടാക്കണം. എന്തൊക്കെയോ ഇൻഷുറൻസ് കാശ്, മറ്റേ കാശ് ഇങ്ങനെ നടക്കുക. എനിക്ക് 4 ചപ്പാത്തി മതി. നമ്മളെ കുറിച്ച് ഇങ്ങനെ കഥയാ, പല പല കഥകളാ. നിമിഷത്തിനാ കഥ. നമ്മുടെ ഞാനിവിടെ കിടന്ന് ഉറങ്ങിയാലും ഞാൻ ആനന്ദനോട് ഇത് അമ്മയല്ലേ വേറെ ആരുണ്ട് ഇവിടെ. എന്തെല്ലാം കഥകളാണെന്നറിയാമോ? വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മൾ ആരെയെ കുറിച്ചും കഥ പറയുന്നില്ല, ഒരാളെ കുറിച്ചും കഥ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. നമ്മളെ കുറിച്ച് കഥ പറയാൻ ഇവനൊക്കെ ആരാ അധികാരം കൊടുക്കുന്നത്? ഇവിടെ അടിക്കാനുള്ള അധികാരം ആരാ കൊടുത്തേക്കുന്നത്? കമ്പ്യൂട്ടർ കൊണ്ട് അടിക്കുമെന്നോ? നീ വരട്ടെ, കമ്പി വേണമെങ്കിൽ വരുമെന്ന് പറയാണ്ട്. നിന്നോട് 8ന്റെ പണി വരുമെന്ന്. എന്തോന്നാ 8ന്റെ പണി? എന്തോന്നാ അത് നമുക്കറിയത്തില്ല. അത് അവർക്കേ അറിയത്തുള്ളൂ. 8ന്റെ പണി എന്തൊക്കെയോ പണികൾ വരും. അവർക്ക് ആ പണി എന്തോന്ന് അറിയത്തുള്ളൂ. നമുക്കത് അറിയത്തില്ല. 8ന്റെ പണി എന്തുവാ, 10ന്റെ പണി എന്തോന്നൊക്കെ ആ പണിക്ക് പോയവർക്ക് അറിയത്തുള്ളൂ. അതിവിടെ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല 8ന്റെ പണി വരും, മറ്റേ പണി വരും. ഈശ്വരൻ തരുന്ന പണിയെല്ലാം വാങ്ങിച്ചാൽ മതി. എത്രയും നല്ലത്. ഈശ്വരൻ ചിലർക്ക് പണി വരും, അതൊന്ന് വാങ്ങിച്ചാൽ മതി. നമ്മുടെ പണിയൊന്നും തരാണ്ടിരിക്കല്ല. ഈശ്വരൻ തരുന്ന പണിയൊന്നും വാങ്ങിച്ചാൽ മതി. പിന്നെ അപ്പുറത്തെ പണിയൊന്നും ഇല്ല. ഞാൻ കുറവാനൊക്കെ വെള്ളിക്കടം പ്രായമായി. എനിക്കെപ്പോഴും എഴുന്നേറ്റിരിക്കാനാവത്തില്ല. എനിക്ക് ഇത്രയും പ്രായം. എനിക്ക് വിശ്രമം വേണം. ഞാൻ ഒരുപാട് ജോലി ചെയ്തോളാം. ഒരുപാട് നേരം വിളിച്ച് വയ്യോളാം. എൻ്റെ ഭർത്താവ് കഴിച്ചു കഴിയാൻ ഈ എൻ്റെ പറമ്പൊക്കെ നല്ല കടന്നിറങ്ങത്തക്കോണം ഞാൻ വൃത്തിയാക്കിയിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് എനിക്ക് പറമ്പിലോട്ട് പോകാൻ പോലും വയ്യ. അത്രയ്ക്ക് വയ്യാത്ത ആളായി ഞാൻ. എന്നുവെച്ചാൽ അത്രയും പ്രായമായി. ഈ മുറ്റത്തോട്ട് പോകാൻ വയ്യ എനിക്ക്. ഞാൻ കിടക്കുന്നു, ഞാൻ കിടക്കും. ചുമ്മാ വെട്ടത്തിലിരിക്കുക. കുറെ കവയുണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി. വേറെ ജോലിയൊന്നും ഇല്ല ഒരു ഉമ്മാക്കൊന്നും. അവനവന്റെ വീട്ടിലെ കാര്യമല്ല നോക്കുന്നത്. ഉമ്മ ഒന്ന് ഇരിക്കുക വല്ലവന്റെയും കഥ പറയാന്. കമ്പി വടി കൊണ്ടുവന്നു, മറ്റേത് വന്നു. എന്റെ ഇരിപ്പുണ്ട് റെക്കോർഡ്. കമ്പി വടിയും കൊണ്ട് വന്നു പോലും. എന്ത് തോന്നിയാസം പറഞ്ഞുണ്ടാക്കാവുന്നു. കഥകൾ ഉണ്ടാക്കുക. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു അവിടെ സിനിമാ കഥ വെല്ലുന്ന കഥകളാണ്. സിനിമാ കഥ വെല്ലുന്ന കഥ. സിനിമാ കഥയെ പറഞ്ഞു ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. ഇവരും നമ്മൾ വരച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് ചോദിക്കാൻ പോലുള്ള കാര്യം പല വരച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ അകത്ത് വരച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. പിന്നെ ബാക്കി കേൾക്കുന്നതിനൊക്കെ താഴ്പോണ്ട കാര്യം എനിക്കില്ല.